ആ ഇത്തിരി വെപ്രാവ കൊണ്ടൊന്ന് കൂട്ടിക്കോ. കൊടുത്ത കാശ് കിട്ടാതാകുമ്പോ താനും ഓടില്ലേ നെട്ടോട്ടം. 1-ാം മാസം ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൂടെ എടുക്ക്. ഇപ്പൊ ശരിയായിട്ട് എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ. ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല, കാശും തന്ന് തന്നെ താമരശ്ശേരി ചുരം. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ആദ്യം പണി നടക്കട്ടെ. അത് തുറക്കടോ. ദാസപ്പോ എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും ഓഹോ ഇതാണോ കാര്യം? അയ്യോ അല്ല ഒന്നുമില്ല. ഇതിന്റെ ഗിയർ ബോക്സ് പിള്ളാന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്ക. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചോരന്ന്. ഒരിക്കൽ ആ ചോര ഇറങ്ങുമ്പോ ആരാ വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? മോളോ? ഏത് മോള്? ചേട്ടാ ഇത് ഞാനാ. ഞാൻ ദാസപ്പന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ കുയ്യി. ഇറക്കല്ലേ പണ്ടാരടങ്ങ ഇതുണ്ടോ? എടോ ആദ്യം പറഞ്ഞോളൂ 200 പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറും. 100, 200, 300 എത്ര വേണമെങ്കിലും തരാം. ഇല്ലേ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി വേണടാ നന്ദി. ഓ നീയാണോ? ചേട്ടൻ അറിഞ്ഞു? മാടമ്പള്ളിയിലെ അടുക്കളക്കാരി ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ടെ ശ്രീദേവിക്ക് അറിയാ മതി. ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാല്ലാ പഠിച്ചോനെ നിങ്ങള് കാത്തോളി. നിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നക്കിയ എന്തു പറ്റി? ഒറ്റ വിളിയാണ്. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ ഏറോപ്ലെയിൻ വിട്ടേക്ക് കോഴിച്ചാറിലെ ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറില് മുങ്ങി തപ്പന്തി ഉണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ താമരശ്ശേരി കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റ് കൊണ്ട്. അതെടുത്തോ. എനിക്ക് അതിന്ന് 2 പൊറോട്ട മതി. അയ്യാ നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര 6 പൊറോട്ടയും കൂട്ടിക്കൊഴിച്ചോ? ഒരൊറ്റ കുത്ത ആൽമരത്തിന്. ആൽമരം അപ്പത്തന്നെ പൊഴിഞ്ഞു വീണിട്ട പൈസ നിങ്ങൾക്കെല്ലാം പങ്കിട്ടരാൻ വന്ന് പിന്നെ വേണം ചെരുപ്പിടി തച്ചാൻ. വേണ്ട, പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോട്. ഇനി വേറെ വല്ലതും വേണോ? 2 ചായ 2 പരിപ്പടിയും കൂടി പൊടിച്ചോളൂ. അതെ അതെ അടങ്ങിയിരുന്നോണം. ഓടുന്ന വണ്ടി എന്താന്നത്? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്. താൻ ആരാണെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരാം. താൻ ആരാണ്? എന്നാ തൂപ്പ് തുടച്ചാളാ. നമുക്ക് ഇനിയും പൈസ വേണം. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. ചേട്ടാ അപ്പൊ ഇങ്ങളെയും പറ്റിച്ച് ദുബായി പോയി ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കള്ളക്കടത്ത് നടത്തി അവിടുന്ന് അറബി കുട്ടി ബസ് പോണുണ്ടോ? കുട്ടി ബസ് അല്ലെ എത്ര നേരം നടക്കുന്ന എത്ര ആയില്ലേ? ഇപ്പൊ എത്തും ചേട്ടാ. ഇനിയും പറ്റിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് കയറ്റിലിട്ട് ഞമ്മക്ക് ഇങ്ങോട്ടൊരു വരവ്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞിട്ടാ അറിയാം. ഓട്ടോറിക്ഷ വളവോട് അങ്ങോട്ട് കഴിഞ്ഞ എത്ര വളവും തിരിവും കഴിഞ്ഞ്. അതുകൊണ്ട് ചേട്ടൻ ആരാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനാണ്. ഓട്ടിച്ചോട്ടിച്ച് ക്ലച്ചും പോയി ബ്രേക്കും പോയി ക്ഷയം പിടിച്ച് പിച്ചക്കാരമാരി ചികിത്സിക്കാൻ പൈസ ഇല്ലാന്ന് ഇങ്ങനെ നിൽക്കും. നിന്റെ രേവതി ചേച്ചിയുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം ഇവിടെ താമസിക്കൂ. എന്നിട്ട് തിരിച്ചു പോയിട്ടാണ് നമ്മളെ വരവ്. അപ്പൊ മൊയ്തുട്ടിക്ക ഒരു ബിസ്ക്കറ്റ് തരിക. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തരുന്നേട്ടാ. എന്ത് ബിസ്ക്കറ്റ് തരുന്നറിയാം? പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. നിങ്ങൾ പോയിക്കോളി മക്കളെ. ബാപ്പ എന്താ കുഞ്ഞബ്ദുള്ളക്ക മീൻ തീർന്നു ഇത്ര പെട്ടെന്ന്? മുഴുവൻ തീർന്നില്ല മോളെ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളെ അത് തന്നെ താനങ്ങ് തിന്നോണ്ടാ മതി കേട്ടാ. അയ്യേ 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 കല്യാണം
അതിന് നിങ്ങളെ പേടിച്ചിട്ടല്ലേ രേവ ചേച്ചി കൊണ്ട് ഓടിപ്പോന്നു. എടാ അതൊക്കെ പണ്ട്, ഇപ്പൊ ഭയങ്കര ഇഷ്ടല്ലേ. അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നു അമ്മനെ ഏൽപ്പിച്ച്. എടോ എനിക്ക് നല്ല സുഖമില്ലടോ. വയറ്റിനകത്ത് ഒരു കടിച്ചേറിയും വേദനയും. ഇന്ന് 4 പ്രാവശ്യം പച്ചവെള്ളം പോലെ വയറ്റിന് പോകും. എന്നാലും ഇതിലെന്തോ ചതിയുണ്ട്. ഇവിടുത്തെ നമ്പർ 1 റൗഡി എടുത്തിട്ടുണ്ട്, ഈരാളി. കേട്ടിട്ടുണ്ടോ? ഈരാളി അരിഷ്ടം 3 നേരം കുടിക്ക്, തൂറൽ അവിടെ നിൽക്കും. മരുന്ന് കുടിച്ചിട്ട് നൂറിൽ നിർത്താം കേട്ടിട്ടുണ്ട്. കടലിലൊക്കെ അങ്ങനെ പിടിച്ചാക്കുന്ന ഒരു ജന്തു. ഇത് കരയെ പിടിച്ചാക്കുന്ന പാർട്ടിയാ. പോലീസിന് പോലും പേടിയാ. അയാളും രേവ ചേച്ചി തമ്മിൽ പ്രേമമാ. കണ്ട, ഇത് തൂറി തന്നെ നിർത്തും ഞാൻ. ശരിക്കും ബ്രീത്തിങ് കിട്ടുന്നില്ല. ശരിക്കും ഇടി കൊണ്ടതല്ലേ, ബ്രീത്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പാടാ അവിടുന്ന്. രേവ ചേച്ചിയുടെ സ്വത്തെല്ലാം ചേച്ചിയുടെ അമ്മാവന്റെ കയ്യിലല്ലേ? അതെ, എന്റെ അച്ഛന്റെ കയ്യില്. കുട്ടൻ ചേട്ടൻ ഉള്ളിടത്തോളം കാലം അവരുടെ കല്യാണത്തിന് അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് കുട്ടൻ ചേട്ടനെ ഇവിടെ വിളിച്ചു വരുത്തി കൊല ചെയ്യാമെന്ന് അയാൾ ചേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു. ആരാടാ ഡോക്ടർ മത്തായിച്ചൻ? ഞാനാ. നീ എന്തിന്റെ ഡോക്ടറാ? മോട്ടോറിന്റെ ഡോക്ടർ. മോട്ടോറിന്റെ ഡോക്ടറാ? അതെ. നേരാണോ? ചേട്ടന് കേൾക്കണോ? 13 കൊലയിട്ടുള്ള ആളാ, ഇന്ന് വരെ പിടിച്ചിട്ടില്ല. ഓരോ കൊല ചെയ്യുമ്പോൾ ചികിത്സിക്കുന്നവരെ മൃഗ ഡോക്ടർ എന്ന് പറയുന്നു, അതുപോലെ തന്നെ വണ്ടികളെ ചികിത്സിക്കുന്നവരെ മോട്ടോർ ഡോക്ടർ എന്ന് പറയുന്നു. ഈ ഓയിലും ഓരോ പുതിയ വെട്ടുകത്തി വാങ്ങിക്കും. ഇന്നലെ ഒരെണ്ണം വാങ്ങിച്ചു, അത് ചേട്ടനുള്ളതായിരിക്കും. ചേട്ടൻ എന്ന് പറയുന്ന എനീമ മുതൽ ആർട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്ന എഞ്ചിൻ വർക്ക് വരെ ഈ മത്തായി മോട്ടോർ ഹോസ്പിറ്റൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്റെ പൊന്നു ചേട്ടൻ തിരിച്ചു പോന്നാ നല്ലത്. അല്ല, നമുക്ക് അവളിന്ന് കണ്ടിട്ട് ഇത് നേരാണോന്ന് ചോദിച്ചിട്ട് പോയാ പോരെ? ഞാൻ മനുഷ്യർക്കുള്ള സകല രോഗങ്ങൾ ഈ വണ്ടികൾക്കുണ്ട്. മൂക്കടപ്പ്, കാർക്കടപ്പ്, ജലദോഷം, ചൊവ്വാദോഷം, പനി, ഛർദി, പിന്നെ വയറിളക്കം. വയറിളക്കത്തിന് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ദി ഓയിൽ ലീക്ക് എന്ന് പറയുന്നു. ഈ ബാക്ക് പെയിൻ വരുമ്പോഴാണ് വണ്ടിയുടെ ബാക്ക് വീൽ പഞ്ചർ ആകുന്നത്. സ്നേഹിക്കാൻ, കല്യാണം കഴിക്കാൻ എന്റെ രേവതിയെ കിട്ടിയുള്ളൂ. ഞാനിവിടുത്തെ ENT സ്പെഷ്യലിസ്റ്റ് ആണ്, മിസ്റ്റർ ഫ്രെഡി ലോപ്പസ്. അതൊക്കെ പോട്ടെ, സാറിന്റെ വണ്ടിക്ക് സാറിന്റെ വണ്ടിക്ക് രോഗമൊന്നുമില്ല. ഇവിടെ പ്രസാദം ഉണ്ടോ അറിയാൻ വന്ന പ്രസാദം അമ്പലത്തിൽ കിട്ടും സാർ. പ്രസാദമല്ല, 4 കൊല ചെയ്തു. 15ാമത്തെ കൊല നിന്നെ ആയിക്കോട്ടെ. എന്റെ ബസ് കാണുന്നില്ലല്ലോ. ബസ്സുകാർ പെട്ടെന്ന് പണി മുടക്കി. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ മീനാക്ഷിപുരത്ത് നാടകം. അല്ല, ആ പയ്യൻ പറഞ്ഞത് 13 കൊല ചെയ്തെന്നാണല്ലോ. കൊന്ന എന്നെക്കാൾ നിനക്ക് എത്തിക്കോളന്ന് വാക്ക് കൊടുത്തിരിക്കുക. ബസ്സുകാർ പണി മുടക്കി ഞങ്ങൾ എന്ത് ചെയ്യാന്? നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ നിങ്ങളെ നാടകത്തിന് വന്നതാ. അയ്യോ അല്ലേ. പക്ഷേ ഇപ്പം നിനക്കായി വാങ്ങിയ വെട്ടുകത്തി ഞാൻ തിരിച്ചു കയറ്റി വേണ്ട ഉത്തരവാദിത്തം നിങ്ങളതാ. ഒരു ടാസ്ക്. അയ്യോ, അത് വലിയ ചെലവാ. ഞങ്ങളുടെ അത്രയൊന്നുമില്ല. എടുത്തിട്ടില്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതുവരെ ചാക്കുട്ടിയോട് തട്ടിപ്പ് പരിപാടിയൊന്നും വേണ്ട. ചാക്കുട്ടി അറിഞ്ഞാൽ തൊട്ടിയാണ് തൊട്ടി. ചേട്ടൻ ബഹളം വെക്കാതെ. നീ അനങ്ങിപ്പോകരുത്. അനങ്ങിയാൽ കൊല്ലും ഞാൻ. ഞങ്ങളൊക്കെ ഇവിടെ അറിയപ്പെടുന്ന കുടുംബത്തിൽപ്പെട്ടവരാ. എന്നാ ടാസ്ക് എന്തേലും വഴി ഉണ്ടാക്കാൻ സമാധാനമായിട്ട് ഉണ്ടാക്കി